പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നലെ അത് ഡോൺ, പാകിസ്ഥാനിലെ ഏറ്റവും സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറായ ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ 2 ദിവസം മുമ്പ് ഒരു ക്രൈസ്തവ ഒരു ബിസിനസ്സുകാരനെയും അയാളുടെ മകനെയും അയാൾ ഫാക്ടറി കത്തിച്ചു, അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഒരു 100ഓളം വരുന്ന മോബ്, അവിടെയുള്ള ലോക്കൽ മുസ്ലിംസാണ് ഇത് ചെയ്തത്. അവർ ക്രൈസ്തവരാണ്, ഈ ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ മകനും. അപ്പോൾ ടോട്ടൽ കണക്കെടുത്ത് അത് പാകിസ്ഥാൻ പോലീസ് അത് കേസെടുത്തേക്കുവാണ് 100 പേർക്കെതിരെ. അതായത് അവർ കേസെടുത്തേക്കുന്ന കേസെന്ന് പറഞ്ഞ് ടെറർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിം മോബിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ പ്രഷർ കൂടി. ഇനി നമ്മളതിൻ്റെ ഏകദേശ കണക്കിലേക്ക് വരാം. എന്താണ് ഡോൺ പത്രം പറയുന്നത്? കഴിഞ്ഞ 3 വർഷം കൊണ്ട് പാകിസ്ഥാനിൽ 2700ഓളം ക്രൈസ്തവരെയാണ് ഈ അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ മുസ്ലിം ബിലീവേഴ്സ് ഈ ക്രൈസ്തവരെ കൊന്നിരിക്കുന്നത് 2700 പേരെയാണ്. അതായത് അവിടുത്തെ ഡോൺ പത്രം നമ്പർ 1 ന്യൂസ് പേപ്പറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പാകിസ്ഥാനിൽ മൈനോറിറ്റി, അതായത് അവിടുത്തെ മൈനോറിറ്റി ഹിന്ദുക്കളും ക്രൈസ്തവരുമാണ്. അപ്പം അതെന്ന് പറയുന്നത് ക്രൈസ്തവരുടെ എണ്ണം ടോട്ടൽ 1.6 ആണ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച്. അപ്പം അത്രമാത്രമാണ് അവിടെ ഹിന്ദുക്കളുടെ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ ഉണ്ടായ സമയത്ത് പാകിസ്ഥാനിലുണ്ടായിരുന്ന മൈനോറിറ്റി, അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയൊക്കെ എണ്ണമെന്ന് പറയുന്നത് 14%. പിന്നീടത് ഇസ്ലാമിക് കൺട്രി ആകുന്നു, അവിടെയുള്ള ഭയങ്കരമായിട്ട് പെർസിക്യൂഷൻ നടക്കുന്നു. ആ രാജ്യത്തു നിന്ന് പല ആൾക്കാരും വിട്ടു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ത്യയിൽ CAA, NRCA സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പാകിസ്ഥാനിലെ ക്രൈസ്തവർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, അവരവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് കൺവേർട്ടായവർ, അതായത് പഴയ ഇന്ത്യ പാകിസ്ഥാൻ ഒരുമിച്ചിരുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ബാക്ക്വേർഡ് ക്ലാസ്, അതിൽ നിന്ന് കൺവേർട്ടായവരാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും. ഇവർ ചെറിയ ചെറിയ ജോലിയും ക്ലീനിങ്ങും, കാരണം നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇതിൽ കാത്തലിക്സിനേക്കാളും ഇപ്പോഴത്തെ ഒരു സംഭവം ഇവാഞ്ചലിസ്റ്റുകളാണ് കൂടുതൽ. കാത്തലിക്സ് ചർച്ചകളും പള്ളികളും ഒക്കെ ഉണ്ട്. അതിൽ കറാച്ചിയിലാണ് സമ്പന്നരായിട്ടുള്ള ക്രൈസ്തവരുള്ളത്. ഒരു സമയത്തുണ്ടായിരുന്നു, ഇപ്പോഴവിടെ സമ്പന്നരായ ക്രൈസ്തവരുണ്ട് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്പന്നരായ ക്രൈസ്തവരോടുണ്ടാകാനുണ്ടായ കാരണം, ഗോവയിൽ നിന്നും സ്വാതന്ത്ര്യത്തിനൊക്കെ വളരെ മുമ്പ് ക്രൈസ്തവർ കറാച്ചിയിലോട്ട് പോയി. കറാച്ചി എന്ന് പറയുന്നത് പോർട്ട് സിറ്റിയാണ്, കൊമേഴ്ഷ്യൽ സിറ്റിയാണ്. അവിടെ ബിസിനസ്സും വ്യാപാരവും ഫാക്ടറിയും ഒക്കെ നടത്താൻ വേണ്ടി അങ്ങോട്ട് കുടിയേറി. അതിൽ വലിയൊരു ഭാഗം പാകിസ്ഥാൻ ഇസ്ലാമിക് രാജ്യമാകുകയും ടോളറൻസ് ഇല്ലാത്ത ഒരു രാജ്യമായി മാറുകയും പല ആൾക്കാരും കാനഡയിലോട്ടും UK-യിലോട്ടും അതേപോലെ തന്നെ അമേരിക്കയിലോട്ടും കുടിയേറി. അപ്പോൾ ഇനി വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ സമ്പന്നരായിട്ടുള്ള ക്രൈസ്തവർ ഇന്ന് പാകിസ്ഥാനിലുള്ളത്. ഇനി നമ്മൾ ഈ പറയുന്ന 2700 പേരുടെ കണക്കെടുക്കുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് പാകിസ്ഥാനിലുള്ള റിലീജിയസ് ലീഡേഴ്സാണ്, ലോക്കലായിട്ടുള്ള അവരുടെ മസ്ജിദും പാർട്ടികളും ഒക്കെയാണ്. എപ്പോഴും കള്ളക്കേസുകളാണ് ഓരോന്നും കൊണ്ടുവരുന്നത്. അതായത് അവരുടെ ഖുറാൻ കത്തിക്കാൻ ശ്രമിച്ചു, അവരുടെ റിലീജിയനെയും പ്രോഫറ്റ് മുഹമ്മദിനെ അവഹേളിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഓരോ പ്രാവശ്യവും പെട്ടെന്ന് ഇതുണ്ടാക്കുന്നു. അതിനുശേഷം അത് വാട്സപ്പിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടി ഇടുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം മോബ്
അതായത് നിങ്ങൾക്കറിയാം, ഒന്നാമത് ഈ പാകിസ്ഥാനിലുള്ള ഈ ഇസ്ലാമിക് ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവന്മാരാണ് കൂടുതലും. അത് ഇവിടെ നിന്നല്ല, ഈ പറയുന്ന പല പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവരെന്താണ് എന്തെന്ന് കേൾക്കുന്നില്ല, കയറി പെട്ടെന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പോകും. അങ്ങനെ കയറി അറ്റാക്ക് ചെയ്ത്, നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടായിരിക്കും, ഒരു 4-5 മാസം മുമ്പ് പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടി പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്ന് പെൺകുട്ടിയെ അമ്മയും കൂടെ, അതായത് അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയുടെ കാര്യം പറഞ്ഞ വലിയ സംഭവമാണ്. അവരുടെ റിലീജിയസ് നിയമം അനുസരിച്ചുള്ള വധശിക്ഷ അങ്ങനെയാണെങ്കിൽ ഈ കേസുകളൊക്കെ എടുത്തിരിക്കുന്ന പലർക്കുമെതിരെ അവിടുത്തെ കീഴ്ക്കോടതി വധശിക്ഷയാണ് കൊടുത്തത്. തല വെട്ടുക, കൈ വെട്ടുക, തൂക്കിക്കൊല്ലുക. പിന്നീട് അത് അപ്പർ കോടതികൾ, അപ്പെക്സ് കോടതിയിൽ പോയിട്ടാണ് ഇത് റദ്ദാക്കുന്നത്. കാരണം ഇതിനകത്ത് തെളിവൊന്നുമില്ല, ഇവർ പറയുന്നൊന്നും ശരിയല്ല, ഇവരെല്ലാവരും ഉണ്ടാക്കിയെടുത്ത കേസാണ്. കാരണം ഇതാണ് ബ്ലാസ്ഫമി ആ കേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നീട് എന്താ ഉണ്ടാകും, നമ്മൾ പല പോയിന്റുകൾ ഓരോ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് ആയിട്ടാണ് നോക്കേണ്ടത്. അവിടെ ഒരു മൈനോറിറ്റി മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അയാൾ ഈ പറഞ്ഞു, ഈ റിലീജിയസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് മാറ്റമുണ്ടാകണം. കാരണം പലതും ഇവർ ഉണ്ടാക്കിയെടുത്ത ഫേക്ക് കേസുകളാണ്. പെട്ടെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു, അത് സോഷ്യൽ മീഡിയ വരുന്നു, അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, പള്ളിയിൽ ബോംബ് വെക്കാൻ പോകുന്നു, പ്രീസ്റ്റിനെയും പാസ്റ്ററെയും വെടിവെച്ച് കൊല്ലുന്നു, അവനെ കൊല്ലുന്നു, ഇവരെ കൊല്ലുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിനകത്ത് മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിങ്ങനെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നീട് അവിടെ ഉണ്ടായ ശ്രദ്ധിച്ചോണം, ആ മൈനോറിറ്റി മിനിസ്റ്ററിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്, അതായത് അയാളുടെ സെക്യൂരിറ്റി കൊടുക്കുന്ന ഓഫീസർ ഈ മന്ത്രിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവിടുത്തെ കോടതി ഈ സെക്യൂരിറ്റി ഗാർഡിന്, അതായത് പോലീസുകാരന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. പിന്നീട് പാകിസ്ഥാനിലുണ്ടായ സംഭവം ശ്രദ്ധിക്കുക, വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധം എന്ന് പറയുന്ന ഈ വെടിവെച്ച് കൊന്ന മുക്താർ അബ്ബാറിനെ റിലീസ് ചെയ്യണം. ആലോചിച്ച് നോക്കുക, ഇതാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം റിലീജിയൻ കൊണ്ട് എവിടുന്ന് എങ്ങോട്ട് പോയി. അവിടെ നീതി നടപ്പാക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാമിക് കൺട്രി ആയിട്ട് ആ രീതിയിൽ ഇതിനെ ആകെ കുളവാക്കി. ഇപ്പം കറാച്ചി, ഫൈസലാബാദ്, ഈ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇവിടൊക്കെയാണ് ഈ ക്രൈസ്തവർ അല്പം ഉള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, പാകിസ്ഥാനിൽ ഇവാഞ്ചലിസ്റ്റായിട്ട് ഭയങ്കര കൺവേർഷൻ നടക്കുന്നുണ്ട്. അതും അവിടുത്തെ ലോക്കൽ മുസ്ലിം ലീഡേഴ്സിന് പേടിയായി. ഈ പാകിസ്ഥാനിലുള്ള ലോക്കൽ ഇവാഞ്ചലിസ്റ്റ്, ഈ ഇവാഞ്ചലിക്കൽ കൺവേർഷൻ നടത്തുന്ന ഇന്ത്യക്കാരോ അമേരിക്കക്കാരോ ഒന്നും അല്ല. പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈനയിൽ നിന്നും പിന്നീട് മറ്റൊരു രാജ്യം കൊറിയയിൽ നിന്നും മിഷണറിമാരാണ് അവിടെ വരുന്നത്. ഇതാണ് കിട്ടിയാടി. പാകിസ്ഥാൻ്റെ സുഹൃത്തായ ചൈനക്കാർ, അവരാണ് അവരുടെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്ന പലതും പാസ്റ്റേഴ്സും മിഷണറീസുമാണ്. കാരണം തായ്വാനാണെങ്കിലും പല ഭാഗത്തു നിന്നും വരുന്നവർ, ഇവരാണ് ഇവിടെ ഇവാഞ്ചലിസ്റ്റ് കൺവേർഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ പ്രകമ്പനമാണ്, പ്രശ്നമാണ് പാകിസ്ഥാനിൽ വലിയ പ്രശ്നമുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് പാകിസ്ഥാനിലെ ക്രൈസ്തവർ ഒത്തുകൂടി 2 ദിവസം മുമ്പ് പ്രതിഷേധം നടത്തി. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ. അതിൻ്റെയും പുറകിൽ ചൈനയുണ്ട്. മനസ്സിലാക്കുക, പാകിസ്ഥാൻ്റെ അടുത്ത സുഹൃത്താണ് ചൈനയ്ക്കാണ് അവിടുത്തെ മുഴുവൻ എക്കണോമിയും റോഡുകളുടെ പണിയും പോർട്ടുകളുടെ പണിയും എല്ലാം കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ പല ഇസ്ലാമിക സംഘടനകളും ചൈനയെ എതിർക്കുന്നതിൻ്റെ കാരണം. ഇതാണ് അതിൻ്റെ പിറകിലുള്ള സംഭവം. കാരണം ചൈനീസ് ഗവൺമെൻറ് അല്ല, ചൈനയിൽ നിന്ന് വരുന്ന പല കമ്പനികളിലും ഈ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. ഇവരിവിടെ കൺവേർഷൻ, ഇവരിവിടെ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്, കൊറിയയിൽ നിന്ന് ഫണ്ടിങ് വരുന്നുണ്ട്. ഇതാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തമാശ.